നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. 2026 ജൂലൈ മാസം മുതൽ മുടങ്ങിക്കിടക്കുന്ന സ്ത്രീ സുരക്ഷാ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട വളരെ സുപ്രധാനമായുള്ള അറിയിപ്പുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത്. കഴിഞ്ഞ സർക്കാരിൻ്റെ അവസാന കാലത്ത് നൽകിയിരുന്ന സ്ത്രീ സുരക്ഷാ പെൻഷൻ ഇനി എന്നാണ് ലഭിക്കുക, ആരെല്ലാമാണ് ഇതിൽ നിന്നും പുറത്താക്കിയത്, നമുക്കിപ്പോഴും പെൻഷൻ ലഭിക്കുമോ എന്നതിനെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം. അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഇപ്പോൾ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഫർമേഷൻ മീഡിയ എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങൾ, രാഷ്ട്രീയപരമായ കാര്യങ്ങൾ ഒന്നും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്ന ആളുകൾ ചാനലൊന്ന് ഫോളോ ചെയ്ത് ലൈക്ക് ചെയ്യാൻ കൂടി മറക്കരുത്. കഴിഞ്ഞ സർക്കാരിൻ്റെ അവസാന സമയത്തായിരുന്നു 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് മാസം 1000 രൂപയുടെ സ്ത്രീ സുരക്ഷാ പെൻഷൻ പ്രഖ്യാപിച്ചത്. സർക്കാരിൽ നിന്നും മറ്റ് സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നോ പെൻഷനോ മറ്റ് ആനുകൂല്യങ്ങൾ ലഭിക്കാത്ത നിലവിൽ മഞ്ഞ, ചുവപ്പ് റേഷൻ കാർഡുകൾ ഉപയോഗിക്കുന്ന സ്ത്രീകൾക്കായിരുന്നു സർക്കാർ പെൻഷൻ പ്രഖ്യാപിച്ചത്. 2 മാസത്തെ പെൻഷൻ വിതരണം കഴിഞ്ഞപ്പോൾ തന്നെ പുതിയ സർക്കാർ അധികാരത്തിൽ വരികയും, എന്നാൽ പുതിയ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇതിനെയും സ്ത്രീ സുരക്ഷാ പെൻഷൻ ലഭിച്ചിരുന്നില്ല. സർക്കാരുമായി ബന്ധപ്പെട്ട സമയത്തെല്ലാം സർക്കാർ അറിയിച്ചിരുന്നത് അനർഹമായി ഒരുപാട് ആളുകൾ ഇങ്ങനെ പെൻഷൻ കൈപ്പറ്റുന്നത് കൊണ്ടാണ് സർക്കാർ അവരെല്ലാം നോക്കിയ ശേഷം മാത്രമായിരിക്കും പെൻഷൻ വിതരണം തുടങ്ങുക എന്നുള്ളതാണ്. അതിൻ്റെ ഇപ്പോൾ ആരംഭ നടപടികൾ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. പെൻഷനും അതുപോലെ തന്നെ റേഷൻ കാർഡും ആധാർ കാർഡും എല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം അനർഹമായിട്ട് ആരെങ്കിലും റേഷൻ കാർഡുകൾ ചുവപ്പ് മഞ്ഞ റേഷൻ കാർഡുകൾ കൈവശം വെച്ചതിന് ശേഷമാണ് പെൻഷൻ അപേക്ഷിച്ചതെങ്കിൽ അവരെല്ലാം പുറത്താക്കിയതിന് ശേഷം മാത്രമായിരിക്കും പെൻഷൻ വിതരണം തുടങ്ങുകയെന്ന് ഇപ്പോൾ സർക്കാർ അറിയിച്ചിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇപ്പോൾ സർക്കാർ മറ്റൊരു അറിയിപ്പും കൂടി വരുത്തിയിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ ചുവപ്പ് റേഷൻ കാർഡുകൾ കൈവശം വെക്കാൻ അർഹതയുള്ളത് 1000 സ്ക്വയർ ഫീറ്റിന് താഴത്ത് വീട്ടിൽ താമസിക്കുന്ന ആളുകൾ, സ്വന്തമായി 4 ചക്ര വാഹനമില്ലാത്ത ആളുകൾ, 1 ഏക്കറിന് മേലെ ഭൂമിയില്ലാത്ത ആളുകൾ, ഇങ്ങനെ പല രൂപത്തിലുള്ള കണക്കുകളും ഉണ്ടായിരുന്നു. അതിൽ മാറ്റങ്ങൾ വരുത്തിയതിന് ശേഷം ഒരു പ്രാവശ്യം കൂടി അപേക്ഷ സമർപ്പിക്കുന്ന രീതിയിലായിരിക്കും ചിലപ്പോൾ വരിക. ഏതായാലും കാത്തിരിക്കാം. ഒരുപാട് ആളുകൾ അന്വേഷിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനൊരു വീഡിയോയുമായി മുന്നോട്ട് വന്നത്. ഇതുവരെയും സർക്കാർ ഏത് മാസമാണ് പെൻഷൻ ലഭിക്കുക എന്നതിനെയും സർക്കാർ ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ല. ഇങ്ങനെ അനർഹമായി പെൻഷൻ കൈപ്പറ്റുന്ന ഒരുപാട് ആളുകളുണ്ടെന്നാണ് സർക്കാരിൽ നിന്ന് മനസ്സിലാകുന്നത്. ചുവപ്പ് റേഷൻ കാർഡുകൾ കൈവശം വെക്കുക, മഞ്ഞ റേഷൻ കാർഡ് അനർഹമായി കൈവശം വെക്കുക, ഇവരെല്ലാവരെയും കുറിച്ചൊരു അന്വേഷണം നടത്തിയതിനു ശേഷം മാത്രമായിരിക്കും തുടർന്നും പെൻഷൻ സർക്കാർ പ്രഖ്യാപിക്കുക. ഇപ്പോൾ സർക്കാരിൻ്റെ കണക്കനുസരിച്ച് 1000 സ്ക്വയർ ഫീറ്റിന് മേലെ വീട്ടിൽ താമസിക്കുന്ന ആളുകൾക്ക് ചുവപ്പ് റേഷൻ കാർഡിന് അർഹതയില്ല. അതുപോലെ തന്നെ 1 ഏക്കറിന് മേലെ ഭൂമി കൈവശം വെക്കുന്ന ആളുകളാണെങ്കിൽ അവർക്കും ചുവപ്പ് റേഷൻ കാർഡിന് അർഹതയില്ലെന്നാണ് സർക്കാർ പറയുന്നത്. അതുപോലെ തന്നെയാണ് കുടുംബത്തിന് ഒന്നാകെ കാർഷിക ആവശ്യങ്ങൾക്കല്ലാതെ ഭൂമിയുള്ള ആളുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടെല്ലാം നിങ്ങൾ ചുവപ്പ് റേഷൻ കാർഡിൽ നിന്ന് പുറത്തായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെൻഷനും പുറത്താകും. ഇങ്ങനെ അനർഹമായി റേഷൻ കാർഡുകൾ കൈവശം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വലിയ രൂപത്തിലുള്ള ഫൈനുകളും മറ്റും തിരിച്ചടയ്ക്കേണ്ടി വരും. ഇങ്ങനെയുള്ള ആളുകൾ സ്വമേധയെ ഒഴിഞ്ഞു പോവുക എങ്കിൽ മാത്രമായിരിക്കും അർഹതയുള്ള ആളുകൾക്ക് പെൻഷൻ ലഭിക്കുകയുള്ളൂ. ഏതായാലും കുറഞ്ഞ ദിവസങ്ങൾ തന്നെ പെൻഷൻ പുനഃസ്ഥാപിക്കുമെന്നാണ് ഇപ്പോൾ സർക്കാർ വൃത്തങ്ങൾ നമ്മോട് സൂചിപ്പിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് ഇപ്പോൾ തന്നെ ചാനൽ ഫോളോ ചെയ്ത് മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്ന ആളുകൾ ചാനൽ ഫോളോ ചെയ്യാൻ കൂടി മറക്കരുത്. ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.